ചൊക്ലി മേഖലയിലും സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. സ്കൂളുകളിൽ മാർച്ച് പാസ്റ്റ്, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ഒളവിലം പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽവീടിലും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉമ്മർ ഹാജി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ പി മൊയ്തു ഹാജി പതാക ഉയർത്തി. നമ്മൾ കണ്ടറിഞ്ഞതാണ്. ആ വേദിയിൽ നമ്മൾ സ്വാതന്ത്ര്യദിനാഘോഷം ഘോഷമായി നടത്താതിരിക്കാൻ നടത്തുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഇത്തരം പ്രഭാഷണങ്ങളും കൊടിയേറ്റങ്ങളും കൊടിയേറ്റലും മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞു ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ കോടിക്കണക്കിനാണ് പട്ടിണി പാവങ്ങളായി, വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ബാരിസ്റ്റർ കോട്ട് പരിച്ചൂരി പുറത്തെറിഞ്ഞു പോയി. അർദ്ധനഗ്നനായി ഗ്രാമാന്തരങ്ങളിൽ പോയി സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ വിഷപ്പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് പാരതന്ത്ര്യത്തിൻ്റെ കുടുക്കിൽപ്പെട്ട മനുഷ്യരെ മോചിപ്പിക്കാനുള്ള എല്ലാ ത്യാഗങ്ങളും മുതൽ മറ്റെല്ലാ സത്യാഗ്രഹങ്ങളെയും നയിച്ചുകൊണ്ട് രക്തരഹിതമായ വിപ്ലവത്തിലൂടെ വളരെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഒരുപാട് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ രക്തസാക്ഷികളായിക്കൊണ്ട് ആണ് നമ്മുടെ ഭാരതം സ്വതന്ത്രമായത്. ആ ദിനമാണ് നമ്മൾ സംഭവിച്ചത്. പക്ഷെ നമുക്കൊരു സംശയത്തിൻ്റെ പക്കത്തെയാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ നേരെ വെടിവെച്ചത് നമ്മളൊക്കെ മനസ്സിനെ അറിയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്ന സംഭവമാണ്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VK ഖാലിദ് സ്വാഗതം പറഞ്ഞു. വാർഡ് അംഗം മൊട്ടമൽ ഷാജി, PP രാമകൃഷ്ണൻ, KP രതീഷ് കുമാർ, K നന്ദകുമാർ, CV മുസ്തഫ, PC അബ്ദുള്ള ഹാജി, പറമ്പത്ത് ഖാദർ, KP നസീർ ഹാജി, സുധി, KC മൊയ്തു കരിയാട്, PK വീണ, KC രാജൻ, ശങ്കരൻ നായർ, K അബ്ദുൽ നസീർ, കലിമ മുസ്തഫ, KC അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. പെരിങ്ങത്തൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം മൈനോറിറ്റി കോൺഗ്രസ് ചെയർമാൻ ഖാലിദ് പെരിങ്ങത്തൂർ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം നടത്തി. രാജ്യമായി നിലനിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഇത് നമ്മുടെ ഭരണഘടനയുടെ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. ലോകത്ത് പല രാഷ്ട്രങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീന, അദ്ദേഹം അവിടെ നിന്നും നാട് വിട്ട് നമ്മുടെ ഭാരതത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. അതുപോലെ ഇത് ശ്രീലങ്കയുടെ അവസ്ഥ. ആ രാജ്യം രജപക്ഷ സഹോദരന്മാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ബന്ധുക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാദികൾക്കും വേണ്ടി രാജ്യത്തെ കട്ടുമുടിച്ച് രാജ്യം തകർത്തിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാനിൽ അസ്ഥിരത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോകത്ത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും പ്രത്യേകതയും മഹത്വവുമാണ് ലോകത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ടൗൺ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മോഹനൻ ഗാന്ധിനിവാസ് അധ്യക്ഷനായി. പെരിങ്ങത്തൂർ ടൗൺ INTUC പ്രസിഡന്റ് രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അനൂപ് കരിയാട് പതാക ഉയർത്തി. TH രാജൻ, രാഹുലൻ, മജീദ് തുറങ്ങാൾ തുടങ്ങിയവർ സംസാരിച്ചു. കരിയാട് വിവേകാനന്ദ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗംഗാധരൻ പുതുക്കുടി ദേശീയ പതാക ഉയർത്തി. PV സുരേഷ് ബാബു മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അനേകം ദേശസ്നേഹികൾ അവരുടെ രക്തം, അവരുടെ ജീവൻ സകലതും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും, വരുന്ന തലമുറ തയ്യാറായിരിക്കണം. നമുക്കറിയാം എന്തുകൊണ്ട് ഭാരതം നിലനിൽക്കണം, എന്തുകൊണ്ട് ഈ സംസ്കാരം നിലനിൽക്കണമെന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ കേവലം
ഒരു പിടി മണ്ണല്ല ഭാരതം. നമുക്കറിയാം, യുഗയുഗാന്തരങ്ങളായി രാമനും കൃഷ്ണനും ജനിച്ച ഭൂമി. അതേപോലെ അനേകം ഋഷീശ്വരന്മാർ, വാൽമീകിയും വ്യാസനും പോലെയുള്ള ഋഷീശ്വരന്മാർ. അനിൽകുമാർ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക വി ദീപ സ്വാഗതം പറഞ്ഞു. സുന്ദരം ഗെഹ്ലോത്ത് സംസാരിച്ചു. കരിയാട് മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും കലാകായിക സാംസ്കാരിക മേഖലയിലും സജീവമായ ഒരുമ കലാവേദിയുടെ നേതൃത്വത്തിലും 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡ് അംഗം പി പ്രഭാകരൻ മാസ്റ്റർ പതാക ഉയർത്തി. വൈശാഖ്, അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.